ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ളോഗ്. രാവിലെ എഴുന്നേറ്റ് ഷർഫുഖാനെയും മക്കളെയൊക്കെ പറഞ്ഞയച്ചു. അതിനുശേഷം പിന്നെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മീറ്റിങ്ങിന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് വെച്ചു. അതിനുശേഷം എക്സ് ആൻഡ് വൈയുടെ കുറച്ച് കുട്ടികളുടെ ഷീറ്റ്സും കാര്യങ്ങളും പ്രോഗ്രസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മക്കളുടെ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൻ്റെത് അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബുക്ക് എടുത്തു പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. SCERT പ്ലസ് ലക്ഷ്മികാന്തും എൻ്റെ കയ്യിലുള്ള നോട്ട്സും എല്ലാം കൂടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം SCERT എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ കളക്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സംഭവമാണ്. അതായത് 6th to 9th വരെയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു PDF കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. അതിൻ്റെ പ്രിൻ്റാണത്. അത് നന്നായിട്ട് ഇതിന് മുൻപുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനൊക്കെ അത് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ തൊഴിൽ വീതി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. വെറുതെ എനിക്ക് സമയമില്ലാത്ത കാരണം വിചാരിച്ച് വെറുതെ ഇതിൻ്റെ ഒരു ക്യാഷും കൂടെ ഞാൻ കൊടുക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പം പിന്നെ ഇപ്പോൾ എനിക്കൊരു ടെൻഷനായി തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഇപ്പം വാങ്ങിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു 1 വീക്കായിട്ട് ഞാൻ വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. മീൻസ് ഈ ഒരു വീക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി, എൻ്റെ നോട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ പറയട്ടല്ലോ, നിങ്ങളെൻ്റെ ഈ വീഡിയോസിൻ്റെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് കാണുന്നതാണ്. ഞാൻ ഒരുപാട് തവണ റിവൈസ് ചെയ്ത ബുക്കാണ്. പക്ഷേ എന്നാലും ഈ ബുക്കിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എല്ലാവരോട് പലരും എൻ്റെ അടുത്ത് ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് സോജ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞത് പുറത്ത് പോകാനുണ്ടോ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ 11 മണിയാകുമ്പോഴേക്കും റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ട് നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവൾ വിളിക്കുന്നതിന് മുൻപ് അവൾക്ക് കുട്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ വേണമല്ലോ വരാൻ. അപ്പോൾ അതിന് മുൻപ് ഞാൻ എന്തായാലും ക്ലാസ്സൊക്കെ ഒന്ന് കാണാം, റിവിഷൻ നടത്താമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ്. പക്ഷേ ആൾ പോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുള്ളത് 12:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഇരുത്ത് അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് റിവിഷനൊക്കെ നടത്തിയിട്ടോ. ഞാൻ പുറത്ത് പോയി വന്നു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഞാനൊന്ന്, നല്ല വെയിലായത് കാരണം 10 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓക്കെ, അപ്പം ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇനി ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ LDC എക്സാമിന്. എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഭയങ്കര സ്ലോ ആയിരുന്നു. എനിക്കറിയാം, എല്ലാ എക്സാമുകൾക്കും ഞാൻ ഇതുപോലത്തെ ഓരോ എക്സ്ക്യൂസസ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പറയാതെ അറ്റൻഡ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സാമിനും എനിക്ക് നിർഭാഗ്യവശാൽ എക്സ്ക്യൂസ് പറയേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇനി പ്രൊബേഷൻ ഓഫീസറുണ്ട്, അതുപോലെ ICDS ഉണ്ട്, ദെൻ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് പഠിക്കണം എന്നുള്ള എല്ലാ എക്സാമും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം സ്കൂളിലാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിക്കല്ലേ. സ്കൂളിലും കോളേജിലൊക്കെ ഒരു പരീക്ഷ കഴിയുമ്പോഴേക്കും അടുത്ത പരീക്ഷ നമ്മൾ എന്തായാലും ഇത് അടിപൊളിയായിട്ട് എഴുതും, നന്നായിട്ട് തുടക്കം തൊട്ട് നന്നായിട്ട് പഠിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഓരോരോ കാരണങ്ങളും ഓരോരോ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഹൗസ് വൈഫ് ആകുമ്പോൾ, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളും കുറച്ചൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അറിയാം. പക്ഷേ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എന്നറിയാം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിൽ നിന്നും നമ്മൾ വീണ്ടും എന്താ പറയുക, ഊർജ്ജം നേടിയെടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇതും നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ്. അറിയാവുന്നതൊക്കെ വെച്ച്, പഠിച്ചതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എഴുതണം തന്നെയാണ്. എന്താവും എന്നൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെ ഞാൻ പിന്നെ ഉച്ചക്കത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കഴിച്ചു. അപ്പം എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റിങ്ങിൽ സംസാരിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുളിച്ച് വൃത്തിയായത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മിക്കവാറും രാത്രിയൊക്കെ ആയിരിക്കും കുളിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ആ കോലത്തിലാണ്. ഒന്നാമത് വെയിലൊക്കെ കൊണ്ടുവന്ന് ആകെ മുഖമൊക്കെ ഡള്ളാക്കി എടുക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ മീറ്റിങ്ങിൽ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ക്യാമറ ഓൺ ചെയ്യാനുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്നേനെ. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് വൃത്തിയായി വന്നിട്ട് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓക്കെ,
അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുവിധം ഒക്കെ ആക്കി വെച്ചു. ഒരുവിധം മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കി. SCERT ഫുൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു മടുപ്പ് വന്നു തുടങ്ങി. ഒരേ സാധനം തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാതെ നിൽക്കുമ്പോൾ. പക്ഷേ എനിക്ക് അങ്ങനെ മടുപ്പ് വരാറില്ല. എനിക്ക് ഒരേ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരേ സബ്ജക്റ്റ് സെയിം പഠിക്കുന്നതാണ് ഇഷ്ടം. എന്നാലും എനിക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. പക്ഷേ എന്നെന്തോ ഒരു മടുപ്പ് വന്നപ്പോൾ ഞാൻ ഇന്ന് സബ്ജക്റ്റ് മാറ്റാമെന്ന് കരുതിയിട്ട് ഞാൻ മലയാളം എടുത്തു. അപ്പം മലയാളം സൈലത്തിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. മലയാളം എടുത്തിട്ട് അതുകൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് നോട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് PDF എൻ്റെ കയ്യിലുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഘട്ടങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഇപ്പം ഒരുപാട് യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ടൊക്കെയാണ് ഇപ്പം പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇപ്പം ഫിസിക്സിൻ്റെ എങ്ങാനും എൻട്രിയുടെ എങ്ങാനും ഞാൻ കണ്ടപ്പോൾ അതൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കും, കാണണമെന്ന് വിചാരിക്കും. പല സമയങ്ങളിൽ അതിന് ടൈം കിട്ടാറില്ല. എന്നാലും മനസ്സിലിങ്ങനെ വെക്കും, എപ്പോഴെങ്കിലും ടൈം കിട്ടിയാൽ അത് വേഗം കാണണം. അപ്പം ഞാൻ ഇന്നും മലയാളത്തിൻ്റേത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. എല്ലാ ഘട്ടത്തിൻ്റെയും കൂടെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മലയാളത്തിൻ്റേത് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മക്കളൊക്കെ വന്നു, ചായ കുടി അങ്ങനത്തെ പരിപാടികൾ പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രീ ആവുന്നത് രാത്രിയാണ്. അപ്പം ഇന്ന് രാത്രി ഷെഫൊക്കെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് നേരം ഒന്ന് പഠിക്കാനിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ കാലമായിട്ട് ഞാൻ രാത്രി പഠിക്കാറേ ഇല്ല. ഒരുപാട് കാലമായി രാത്രി പഠിക്കാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇപ്പോൾ ക്ഷീണമൊക്കെ ആയിട്ട് രാത്രി പഠിക്കാറില്ല. അപ്പം ഇന്ന് ഞാൻ രാത്രി കുറച്ച് നേരം ഇരുന്നു. ഓക്കെ, അപ്പം എനിക്ക് പൊളിറ്റിക്സ് കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ്. രാത്രി എന്തോ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഇരിക്കുന്നത് കാരണം വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം പഠിക്കണം, കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അത്ര നേരത്തെ എണീക്കണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇരുന്നത്. എന്നാലും 2-2:30 വരെയൊക്കെ ഞാൻ ഇരുന്നു. മാസങ്ങൾക്ക് ശേഷം എന്തൊക്കെയോ ആണ്, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു ഇങ്ങനെ ഇരുന്നിട്ട്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്ര നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ ഓരോ ദിവസത്തെ വർക്കിൻ്റെ ഒക്കെ ഇതനുസരിച്ച് ഇരിക്കും. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ബിസി ഷെഡ്യൂളാണ്. 30th വരെ നല്ല ബിസിയാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, വലിയ ഐഡിയ ഇല്ല എന്താവും ഏതാവും എന്നൊന്നും. കാരണം കുട്ടികളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ അവരെ കൊണ്ട് നിർബന്ധിച്ച് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 30th വരെ ഫുൾ ബിസിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ തിന്നാൻ പോലും ബാത്റൂം പോകാൻ പോലും സമയമില്ലാത്തൊരവസ്ഥ. ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് മക്കളെങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ടൈം ടേബിളും അതും ഇത് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തുള്ള സമയം മുഴുവൻ ഞാൻ അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റൊക്കെ കൂടെ വെച്ചിട്ട് തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനി ഈ ഒരു ഘട്ടം എൻ്റെ കൂടെ എഴുതാനുള്ളവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം എക്സാം കഴിഞ്ഞിട്ടാണോ വീഡിയോ ഇടുക എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനിപ്പം പറയുന്നത് കേട്ടോ. ഇനി ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സാം ഹോളിൽ കയറിയാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ആർക്കും ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.